വർഷം 2008 ലോകം ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലായിട്ടുള്ള സമയം. അന്ന് പല കമ്പനികളുടെയും നിലനിൽപ്പ് തന്നെ കഷ്ടത്തിലായി. പക്ഷെ ചുരുക്കം ചില കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാനുമായി. രണ്ടു കാര്യങ്ങളിൽ ഈ കമ്പനികൾ ഒരുപോലെയായിരുന്നു: നല്ല ക്യാഷ് റിസർവും മിനിമൽ ഡെറ്റും, അഥവാ നല്ല ക്യാഷ് റിസർവും കുറഞ്ഞ കടങ്ങളും. അതായത് സാമ്പത്തിക അസ്ഥിരതയുടെ സമയത്തും ഈ കമ്പനികൾക്ക് ഒരു സാമ്പത്തിക മുൻതൂക്കം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും ഇവർക്കും ലാഭം ഉണ്ടായിരുന്നില്ല. അതെന്തായിരിക്കും? പ്രോഫിറ്റ്സ്, ക്യാഷ് എന്നിവ ഒരു ബിസിനസ്സിന് വേണ്ട പ്രധാന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവ രണ്ടും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളെയാണ് കാണിക്കുന്നത്. കമ്പനിയുടെ ചിലവുകളെല്ലാം കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള പണമാണ് ലാഭം. എന്നാൽ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. കമ്പനിക്ക് ചിലവ് നടത്താനും സ്റ്റോക്ക് വാങ്ങാനും പുതിയ പ്രൊജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള പണം ആണത്. ക്യാഷ് ആണ് ലാഭത്തിനേക്കാൾ പ്രധാനമായിട്ട് കണക്കാക്കുന്നതും. ഒരു ബിസിനസ് പേപ്പറിൽ ലാഭമായിട്ട് കാണിച്ചാലും അത് നടത്തിക്കൊണ്ടുപോകാനുള്ള ക്യാഷ് കയ്യിലുണ്ടായില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഒരു ബിസിനസ് പേപ്പറുകളിൽ അവർ കാണിക്കുന്ന ലാഭം വളരെ അധികം ഉണ്ടെങ്കിൽ പോലും ആ ബിസിനസ്സിന് പൈസ അടക്കാൻ ബാക്കിയുള്ള ഒരുപാട് അൺപെയ്ഡ് എക്സ്പെൻസസും വളരെ വലിയ ഇൻവെന്ററിയും ഉണ്ടെങ്കിൽ ചിലവ് നടത്താൻ വേണ്ട ക്യാഷ് കയ്യിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ക്യാഷ് ആണ് ലാഭത്തെക്കാൾ ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും നന്നായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കുറഞ്ഞ കടമുള്ള എന്നാൽ ക്യാഷ് അധികമുള്ള മികച്ച രണ്ട് സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. രണ്ട് ക്യാഷ് റിച്ച് സ്റ്റോക്സ് വിത്ത് ലോ ഡെറ്റ്. ഇനി പറയുന്ന ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ രണ്ട് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. Cash and cash equivalent is greater than 1000 crore rupees, debt less than 1000 crore rupees, sales growth for the last 5 years greater than 10%. ക്യാഷ് അതുപോലെ ക്യാഷ് ഇക്വലൻസ് എന്നിവയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കമ്പനിയുടെ അക്കൗണ്ടിൽ ഓൾറെഡി ഉള്ള ക്യാഷും വളരെ വേഗത്തിൽ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാവുന്ന ഷോർട്ട് ടേം ബോണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് പോലെയുള്ള ലിക്വിഡ് കറന്റ് അസറ്റ്സുമാണ്. ടോട്ടൽ കടങ്ങളെക്കാളും കൂടുതൽ ലിക്വിഡ് ക്യാഷ് ഉള്ള കമ്പനികളാണ് അപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുള്ളത്. കൂടാതെ സ്ഥിരമായി വളരുന്ന കമ്പനികൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. സെയിൽസ് ഗ്രോത്ത് എന്ന ഫിൽട്ടർ ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 27 ഏപ്രിൽ 2023 മാർക്കറ്റ് ക്ലോസിംഗ് വില അനുസരിച്ചാണ് ഈ വീഡിയോയുടെ കണക്കുകൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഏറ്റവും ഉയർന്ന ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഉള്ള സ്റ്റോക്സ് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ടാണ് നമ്മൾ പറയാം. അതേതാണെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപ് പറയാനുള്ളത്, നമ്മുടെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ലോകത്തെ 10ാമത്തെ വലിയ ലൈഫ് ഇൻഷുറൻസ് മാർക്കറ്റും ഏഷ്യയിലെ 4ാമത്തെ ജനറൽ ഇൻഷുറൻസ് മാർക്കറ്റുമാണ് ഇന്ത്യ എന്ന് നിങ്ങൾക്കറിയാമോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നാൽ ഇനിയുണ്ട് കാര്യങ്ങൾ. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, അഥവാ BPL-കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്ന ലോകത്തെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ഇന്ത്യയുടെ ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന, അതായത് PMJAY. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിൽ ആകെ 58 ഇൻഷുറൻസ് കമ്പനികളുണ്ട്. 24 ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും 34 നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും. ഞങ്ങളുടെ ഇൻഷുറൻസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഓൾറെഡി അറിയുന്നുണ്ടാകും. അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. എന്നാൽ റീ ഇൻഷുറൻസ് എന്നൊരു ബിസിനസ് കൂടിയുണ്ട്. ഇന്ത്യയിൽ ഇത് മുഴുവനായിട്ടും കൈകാര്യം ചെയ്യുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുമുണ്ട്. എന്താണ് ഈ റീ ഇൻഷുറൻസ് എന്ന സംഭവം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്? എന്നാൽ പറയാം. ഇപ്പോൾ നമുക്കൊരു ഇൻഷുറർ എടുക്കാം. ഇപ്പോൾ HDFC ലൈഫ് ആയിരിക്കട്ടെ. ഇവർ ഇവരുടെ റിസ്ക് മൊത്തമായോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമോ മറ്റൊരു ഇൻഷുറർക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ റിസ്കിനെതിരെ പ്രൊട്ടക്ഷൻ നേടുന്ന ഒരു അറേഞ്ച്മെന്റിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇൻഷുറൻസ് പോളിസി തന്ന ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ആ ഇൻഷുറൻസ് കമ്പനി മറ്റൊരു വലിയ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നു. കൊള്ളാലേ കളി. ഇന്ത്യൻ റീ ഇൻഷുറൻസ് മാർക്കറ്റിൽ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് റീ ഇൻഷുറൻസ് നൽകുന്ന ഒരേ ഒരു ഡൊമസ്റ്റിക് കമ്പനി മാത്രമേ ഉള്ളൂ. അതാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ GIC. GIC ഇന്ത്യൻ റീ ഇൻഷുറൻസ് മാർക്കറ്റിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ 60% ഷെയർ നിലനിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അവർക്ക് എതിരാളികളൊന്നുമില്ല. പക്ഷേ AXA ഫ്രാൻസ്, സ്വിസ് റീ പോലെയുള്ള അന്താരാഷ്ട്ര ഇൻഷുറർമാർ ഇവർക്കൊരു വെല്ലുവിളിയാണ്. മൊത്തത്തിലുള്ള ആഭ്യന്തര റിട്ടൻഷൻ വളർത്തി മികച്ച പോളിസികൾ നേടാൻ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ മികച്ച പ്രീമിയം ബേസ് ഉപയോഗിക്കുക എന്നതാണ് GICയുടെ പ്രധാന ലക്ഷ്യം. ചുരുക്കത്തിൽ GIC റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷേ കാൽക്കുലേറ്റഡ് റിസ്ക് ആണെന്ന് മാത്രം. പറ്റാവുന്നിടത്തോളം ഇൻഷുറൻസ് കമ്പനികൾക്ക് അവർ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ എടുക്കുന്ന റിസ്കിന് പകരമായി ഒരു നല്ല പ്രീമിയം ഇവർ ഈടാക്കുന്നു. റിസ്ക് കുറക്കാൻ ബിസിനസ് പല പ്രദേശങ്ങളിലായിട്ട് വ്യാപിച്ചിരിക്കുന്നു. കൂടാതെ ഒരുപാട് ബിസിനസ്സുകൾക്ക് റീ ഇൻഷുറൻസ് സേവനം കൊടുക്കുകയും ചെയ്യുന്നു. മറ്റേതൊരു ഇൻഷുറൻസ് കമ്പനിയെയും പോലെ തന്നെയാണ് GICയും പൈസ ഉണ്ടാക്കുന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് വളരെയധികം ശരിയാണ്. ഇവരും അതുപോലെ തന്നെയാണ് കാശ് ഉണ്ടാക്കുന്നത്. ഇവർക്ക് വരുന്ന പ്രീമിയമാണ് കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ്. അതിനെ ഗ്രോസ് പ്രീമിയം അല്ലെങ്കിൽ ഗ്രോസ് റിട്ടേൺ
പ്രീമിയം എന്ന് പറയും. ഒരു പ്രത്യേക കാലയളവിൽ ഇൻഷുറർ കളക്ട് ചെയ്യുന്ന ആകെ പ്രീമിയം തുകയാണ് ഗ്രോസ് റിട്ടേൺ പ്രീമിയം എന്ന് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നത്. വിവിധ മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പലവിധ ഡിവിഡന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്നിവയും ഇവർ നേടുന്നുണ്ട്. പബ്ലിക് പ്രൈവറ്റ് സെക്ടറിലെ ജനറൽ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള നോൺ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സും GIC സ്വീകരിക്കുന്നു. മോട്ടോർ, മറൈൻ, ഫയർ എന്നിവയ്ക്കുള്ള ഇൻഷുറൻസ് ആണ് ജനറൽ അല്ലെങ്കിൽ നോൺ ലൈഫ് ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നത്. ഇനി ഇവരുടെ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ GIC 2004 ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് തുടങ്ങിയിരുന്നു. എന്നാൽ ഫിനാൻഷ്യൽ ഇയർ 23 ക്വാർട്ടർ 3 ബിസിനസ് ഗ്രോസ് പ്രീമിയത്തിന്റെ 3.73% എന്ന ഏറ്റവും കുറഞ്ഞ അളവിൽ തന്നെയാണ് അതിപ്പോഴും ഉള്ളത്. ബാക്കി നോൺ ലൈഫ് അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ആണ്. വിദേശത്തുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും GIC റീഇൻഷുറൻസ് സ്വീകരിക്കുന്നുണ്ട്. GICയുടെ ഫിനാൻഷ്യൽ ഇയർ 22 ഗ്രോസ് പ്രീമിയം റിട്ടേണിന്റെ ഏകദേശം 35% വിദേശ ബിസിനസ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇയർ 23 9th മന്തിലെ പ്രീമിയം ബ്രേക്ക് ഡൗൺ ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് വിഭാഗങ്ങളിൽ 71:29 എന്ന നിലയിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ റീഇൻഷുറൻസ് മേഖലയിലുള്ളവരുടെ ഇന്ത്യയിലോട്ടുള്ള വരവും ആഭ്യന്തര ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള റീഇൻഷുറൻസ് കുറയുന്നതും പരിഗണിച്ച് ആഭ്യന്തര ബിസിനസിനെ ആശ്രയിക്കുന്നത് കുറക്കാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. മീഡിയം ടേമിൽ ആഭ്യന്തര വിദേശ ബിസിനസ് അണ്ടർ റൈറ്റിംഗ് 60:40 എന്ന നിലയ്ക്ക് ആക്കണമെന്നാണ് GICയുടെ ലക്ഷ്യം. ഇനി കമ്പനിയുടെ പെർഫോമൻസിലേക്ക് നമുക്ക് കടക്കാം. സെയിൽസ് പ്രോഫിറ്റ് കണക്കുകൾ നമുക്ക് നോക്കാം. കമ്പനിയുടെ ഏറ്റവും പുതിയ ക്വാർട്ടർലി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിൽസ് ഗ്രോത്ത് വളരെ തുച്ഛമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കഴിഞ്ഞ ക്വാർട്ടറിലെ നെഗറ്റീവ് സെയിൽസ് ഗ്രോത്ത് ആയിട്ടുള്ള 8.48% ഇയർ ഓൺ ഇയറിനെ അപേക്ഷിച്ച് കണക്കുകൾ ഇത്തവണ മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലെ 17%നെ അപേക്ഷിച്ച് ഇത്തവണ ഓപ്പറേറ്റിംഗ് മാർജിൻ 9% എന്ന നിലയിലാണ്. ആനുവൽ സെയിൽസും ലാഭ വളർച്ചയും നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ ഇയർ 22 സെയിൽസ് 1.59% എന്ന ചെറിയ വളർച്ച കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫിനാൻഷ്യൽ ഇയർ 21നെ അപേക്ഷിച്ച് 8.62% വളർന്നിട്ടുമുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 22 ക്വാർട്ടർ 3 28 കോടി രൂപ നഷ്ടത്തെ അപേക്ഷിച്ച് ഫിനാൻഷ്യൽ ഇയർ 23 ക്വാർട്ടർ 3 അവസാനിക്കുന്ന കാലയളവിൽ GICയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1200 കോടി രൂപയാണ്. കുറഞ്ഞ പ്രീമിയമാണ് എന്നതിനപ്പുറം ഉയർന്ന ഇൻവെസ്റ്റ്മെന്റ് വരുമാനവും കുറഞ്ഞ അണ്ടർ റൈറ്റിംഗ് നഷ്ടവുമാണ് ഉള്ളത് എന്നതാണ് ഇതിന് കാരണം. GICക്ക് 22,408 കോടി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലന്റ് ഉണ്ട്. കടം ഇല്ല. സെയിൽസ് കഴിഞ്ഞ 5 വർഷത്തിൽ 13.02% എന്ന നിലയിൽ വളർന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രധാനപ്പെട്ട ഒരു റേഷ്യോയെ കുറിച്ച് സംസാരിക്കാം. കമ്പൈൻഡ് റേഷ്യോ. കിട്ടിയ പ്രീമിയത്തിന്റെ എത്ര ശതമാനമാണ് ലോസ് ആൻഡ് എക്സ്പെൻസ് റേഷ്യോകളുടെ ആകെ തുക എന്നാണ് ഈ റേഷ്യോ കാണിക്കുന്നത്. ഡിവിഡന്റ്, ഓപ്പറേറ്റിംഗ് ചിലവുകൾ, നഷ്ടങ്ങൾ എന്നിവയുടെ രൂപത്തിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പോകുന്ന പണത്തെക്കുറിച്ചാണ് ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇൻഷുററുടെ ലാഭത്തിനെ കുറിച്ചുള്ള കണക്കാണ് ഇത് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട റേഷ്യോ ആണ്. 100% താഴെയുള്ള റേഷ്യോ കാണിക്കുന്നത് കമ്പനി അണ്ടർ റൈറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നാണ്. എന്നാൽ 100% മുകളിലുള്ള റേഷ്യോവിന്റെ അർത്ഥം പ്രീമിയത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം ക്ലെയിമുകൾക്കായിട്ട് കൊടുക്കുന്നുണ്ട് എന്നാണ്. GICയുടെ കാര്യത്തിൽ കമ്പൈൻഡ് റേഷ്യോ കഴിഞ്ഞ കുറെ വർഷങ്ങളായി 100%-ലും കൂടുതലാണ് സാധാരണയായിട്ട് കാണുന്നത്. പക്ഷേ കമ്പൈൻഡ് റേഷ്യോ 100%-ലും കൂടുതലാണെങ്കിലും ഈ കമ്പനി ലാഭകരമായി തന്നെയാണ് തുടരുന്നത്. കാരണം റേഷ്യോയിൽ ഇൻവെസ്റ്റ്മെന്റ് വരുമാനം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ റേഷ്യോയിൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ നന്നായിട്ടുള്ള GICയുടെ കേസും ഇത് തന്നെയാണ്. അപ്പോൾ GICയുടെ ഈ ശക്തമായ പ്രൊഫൈലിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഡിസംബർ 31, 2022 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ്, അതായത് ഇന്ത്യൻ സർക്കാരിന് GICയിൽ 85.78% സ്റ്റേക്ക് ഉണ്ട്. ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺസ് എത്രയാണ് എന്ന് നമ്മൾ നോക്കേണ്ടത് അതുപോലെയുള്ള മറ്റൊരു സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്താണ്, അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. GICക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എതിരാളികൾ ഇല്ലാത്തത് കാരണം നമുക്ക് നിഫ്റ്റി 50യുമായിട്ട് അതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കഴിഞ്ഞ ഒരു മാസത്തിൽ നിഫ്റ്റി 5.23% ഉയർന്നപ്പോൾ GIC 14.54% എന്ന മികച്ച ഉയർച്ച കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിലും നിഫ്റ്റിയെക്കാളും GIC മികച്ച മാർജിനിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ 5 വർഷം എന്ന ഒരു വലിയ കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ GICക്ക് -57.21% എന്ന നെഗറ്റീവ് റിട്ടേൺ ആണ് ഉള്ളത്. പക്ഷേ നിഫ്റ്റി അതേസമയം 68.27% ഉയർന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ GICയുടെ ബിസിനസ് മോഡൽ, അതിന്റെ സാമ്പത്തിക കണക്കുകൾ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് ഒക്കെയാണ് സംസാരിച്ചത്. ഇനി അവരുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത്തും പോരായ്മകളും നോക്കാം. GIC ഒരേ ഒരു ആഭ്യന്തര റീഇൻഷുറൻസ് ആണ്. അതിനാൽ ഇന്ത്യൻ സർക്കാരിൽ നിന്ന് നേരിട്ട് മികച്ച പിന്തുണയും ഫോറിൻ കോമ്പറ്റീഷൻ, ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ എന്നിവയിൽ നിന്ന് സംരക്ഷണം എന്നിവയൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. കൂടാതെ കമ്പനിക്ക് 22,408 കോടിയുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസും സെപ്റ്റംബർ 2022 പ്രകാരം ഗവൺമെന്റ് സെക്യൂരിറ്റികളിലെ 40,994 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റും ഉൾപ്പെടെ മികച്ച ലിക്വിഡിറ്റി പ്രൊഫൈലും ഉണ്ട്. GICയുടെ അസറ്റ് ക്വാളിറ്റിയും കഴിഞ്ഞ കുറെ ക്വാർട്ടറുകളിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഇതെല്ലാം ഈ കമ്പനിയുടെ സ്ട്രെങ്ത്തുകളാണ്. നമുക്ക് കമ്പനിയുടെ ഗ്രോസ് NPAയും നെറ്റ് NPAയും ഒന്ന് നോക്കാം. വായ്പ എടുത്തവർ 90 ദിവസ കാലയളവിനുള്ളിൽ തിരിച്ച് അടയ്ക്കാത്ത ആകെ ലോണുകളാണ് ഗ്രോസ് NPA. എന്നാൽ GNPAയിൽ നിന്ന് പ്രൊവിഷൻസ് കുറച്ച ശേഷം ബാക്കി വരുന്ന തുകയാണ് നെറ്റ് NPA. നെറ്റ് നോൺ പെർഫോമിംഗ്
performing assets is equal to gross NPAs minus provisions. ലോണുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് ലോൺ അസറ്റ്സിന് പ്രൊവിഷൻ ആയിട്ട് അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ബാങ്ക് അല്ലെങ്കിൽ NBFCകൾ നീക്കി വെക്കണം എന്നുണ്ട്. ഡിസംബർ 30, 2021 2.97% GNPAയും 0% NNPAയും അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പനി ഡിസംബർ 30, 2022 ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് 2.65%ഉം 0% നെറ്റ് NPAയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 0% നെറ്റ് NPA എന്ന് വെച്ച് GIC നിലവിലുള്ള 100% NPAകൾക്കും പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. സോൾവൻസി നില മെച്ചപ്പെട്ടതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്ട്രെങ്ത്. സാമ്പത്തിക ബാധ്യതകൾ മീറ്റ് ചെയ്യാനും കുറെ കാലം സാമ്പത്തികമായിട്ട് സുസ്ഥിരമായിട്ട് നിലനിൽക്കാനുമുള്ള കമ്പനിയുടെ കഴിവിന്റെ അളവാണ് സോൾവൻസി റേഷ്യോ. വായ്പകളെ അപേക്ഷിച്ച് ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ അസറ്റ്സിന്റെ മെട്രിക് ആണ് അത്. ഈ റേഷ്യോ ഉയർന്നതാകുന്നതാണ് കൂടുതൽ നല്ലത്. ഏറ്റവും കുറഞ്ഞത് 150% സോൾവൻസി റേഷ്യോ നിലനിർത്തണം എന്ന് IRDAI ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 2022 196% അപേക്ഷിച്ച് ഡിസംബർ 31, 2022 232% എന്ന മെച്ചപ്പെട്ട സോൾവൻസി റേഷ്യോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കമ്പനി. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ എല്ലാ കമ്പനികൾക്കും ശക്തികളും ഉണ്ടാവും, പോരായ്മകളും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് GICയുടെ പോരായ്മകളാണ്. അതിലൊന്നാണ് ലാഭത്തിലെ അസ്ഥിരത, വോളറ്റിലിറ്റി ഇൻ പ്രോഫിറ്റ്സ്. ഫിനാൻഷ്യൽ ഇയർ 22 ഗ്രോസ് പ്രീമിയം റിട്ടേൺ ആയിട്ട് കാണിച്ച 43,208 കോടിയിൽ 2005 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ടാണ് GIC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ 21 47,014 കോടി എന്ന മെച്ചപ്പെട്ട ഗ്രോസ് പ്രീമിയം റിട്ടേണിൽ 1,920 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉണ്ടായിരുന്നു. അണ്ടർ റൈറ്റിംഗ് നഷ്ടങ്ങളിലെ അസ്ഥിരത കാരണം കമ്പനിയുടെ ലാഭം മാറിക്കൊണ്ടിരിക്കും എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൃഷി പോലെയുള്ള വിഭാഗങ്ങളിലെ റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോ ഈ കമ്പനി ഒഴിവാക്കാറാണുള്ളത്. അത് കാരണം തന്നെ ഗ്രോസ് റിട്ടേൺ പ്രീമിയത്തിൽ കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അണ്ടർ റൈറ്റിംഗ് നഷ്ടങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് സ്ക്രീനിൽ GIC റീയുടെ പ്രധാന ഫിനാൻഷ്യൽ റേഷ്യോസ് കാണാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 26,763.48 crore rupees, current market price 152.65 rupees, PE ratio 4.83, debt to equity 0, 5-year sales CAGR 13.02, return on equity 6.32%, 1-year returns 27.8%, 5-year CAGR returns -15.6%. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ആദ്യത്തെ കമ്പനി, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഇനി നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ കമ്പനിയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയുടെ ആദ്യത്തെ യുദ്ധ കപ്പലായ INS നീലഗിരി ഉണ്ടാക്കിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡിഫൻസ് മേഖലയിലെ ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഡിസ്ട്രോയേഴ്സ് കപ്പലുകളും മുങ്ങിക്കപ്പലുകളും ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ഷിപ്പ് യാർഡാണിത്. ഡിഫൻസ് മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ സർക്കാരിന് 84.83% ഓഹരിയുള്ള പബ്ലിക് സെക്ടർ സ്ഥാപനമാണ് മസഗോൺ ഡോക്ക്. കപ്പൽ, മുങ്ങിക്കപ്പൽ എന്നിങ്ങനെ രണ്ട് സെഗ്മെന്റ്സ് ആണ് ഈ കമ്പനിക്കുള്ളത്. ഷിപ്പ് ബിൽഡിംഗ് വിഭാഗത്തിൽ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ്, മിസൈൽ ബോട്ട്സ്, പട്രോൾ ബോട്ട്സ്, കാർഗോ ഷിപ്സ്, കാർഗോ പാസഞ്ചർ ഷിപ്സ്, പ്ലാറ്റ്ഫോം സപ്ലൈ വെസൽസ്, അതുപോലെ തന്നെ വോയ്ടെക്സ്, അങ്ങനെ പല ഷിപ്പുകളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. രണ്ടാമത്തേത് സബ്മറൈൻ വിഭാഗമാണ്, അഥവാ മുങ്ങിക്കപ്പൽ. സാധാരണ സബ്മറൈനുകളും സ്റ്റെൽത്ത് സബ്മറൈനുകളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. 1960 മുതൽ അഡ്വാൻസ്ഡ് ഡിസ്ട്രോയർ കപ്പലുകൾ മുതൽ മിസൈൽ ബോട്ടുകൾ വരെ 26 യുദ്ധ കപ്പലുകളും 6 സബ്മറൈനുകളും ഉൾപ്പെടെ ആകെ 799 വെസലുകൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. 40,591 കോടിയുടെ ആകെ ഓർഡർ ബുക്ക് മൂല്യം ഉള്ളത് കൊണ്ട് തന്നെ കമ്പനി ഭാവിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ആരൊക്കെയാണ് മസഗോൺ ഡോക്കിൽ നിന്നും ഓർഡർ കൊടുക്കുന്നത്? അവരുടെ കസ്റ്റമേഴ്സ് ആരാണ്? ഇന്ത്യൻ നേവിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമാണ് ഈ ആളുകൾ. കമ്പനി എങ്ങനെ ഇത്ര വലിയ ഓർഡർ ബുക്ക് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണല്ലോ. 40,000 ഡെഡ് വെയ്റ്റ് ടണേജ് അല്ലെങ്കിൽ DWT ഉള്ള മുംബൈയിലെ അവരുടെ 75 ഏക്കർ സ്ഥലത്താണ് കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. DWT എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഗോ, യാത്രക്കാർ, ക്രൂ, മറ്റു പ്രൊവിഷൻസ് എന്നിവ ഉൾപ്പെടെ ഒരു ഷിപ്പിന്റെ പരമാവധി ഭാരമാണ്. അതായത് മസഗോൺ ഡോക്കിന് പരമാവധി 40,000 DWT ടണേജിന് ഷിപ്പ് ഉണ്ടാക്കാം എന്നർത്ഥം. എന്നാൽ കമ്പനിക്ക് ഇനിയും എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് 9 ബില്യൺ രൂപ ചെലവിൽ കമ്പനി ഒരു നവീകരണ പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ന്യൂ മോഡേണൈസേഷൻ പ്രോഗ്രാം വഴി ഉൽപ്പന്നങ്ങൾ കൂടുതൽ നിർമ്മിക്കാൻ മാത്രമല്ല ഒരു വെസൽ അല്ലെങ്കിൽ സബ്മറൈന്റെ നിർമ്മാണ സമയം കുറയ്ക്കാനും ഇത് സഹായിക്കും. ഓർഡർ ബുക്ക് പ്രാവർത്തികമാക്കാൻ മസഗോൺ ഡോക്കിന് ശക്തമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ കണക്കാക്കുകയും ചെയ്യണം. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽസ് നോക്കാം. ഓവറോൾ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ 21 അപേക്ഷിച്ച് കമ്പനിയുടെ സെയിൽസ് ഫിനാൻഷ്യൽ ഇയർ 22 41.63% വളർന്നിട്ടുണ്ട് എന്ന് കാണാം. മുൻപ് പറഞ്ഞതുപോലെ ആംസ് ആൻഡ് ഡിഫൻസ് ഉപകരണങ്ങൾ ലോക്കലായി നിർമ്മിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതുകൊണ്ട് തന്നെ കമ്പനിക്ക് 40,500 കോടി രൂപയുടെ വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഈ ഓർഡർ ബുക്കിൽ 3 പ്രധാന കോൺട്രാക്റ്റുകൾ ഉണ്ട്. പ്രൊജക്ട് 17A ഫ്രിഗേറ്റ്സ് പ്രൊജക്ട്സ്,
15B Destroyers Project 75 Submarines. ഇത് ഇപ്പോൾ റവന്യൂ അല്ലെങ്കിലും പൈപ്പ് ലൈനിൽ ഉള്ള പ്രൊജക്ടുകൾ സൂചിപ്പിക്കുന്നത് ഓർഡർ ബുക്ക് അടുത്ത 24 മാസത്തിൽ റവന്യൂ ആയിട്ട് മാറും എന്നാണ്. ഇനി പ്രധാന മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ മസഗോൺ ഡോക്കിന് ഏകദേശം 11,940 കോടി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഉണ്ട്. 8.69 കോടി രൂപ എന്ന വളരെ കുറഞ്ഞ കടമാണുള്ളത്. സെയിൽസ് കഴിഞ്ഞ 5 വർഷത്തിൽ 10.19% വളർന്നിട്ടുണ്ട്. മസഗോൺ ഡോക്കിന്റെ വായ്പകൾ വളരെ കുറവാണ്. എല്ലാ വർഷവും ഇത് കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നതും അതൊരു നല്ല കാര്യം തന്നെയാണ്. സ്റ്റോക്കിന്റെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസത്തിൽ മസഗോൺ സ്റ്റോക്ക് 19.04% വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 136.42% ബമ്പർ റിട്ടേൺസും നൽകിയിട്ടുണ്ട്. ഇനി അവസാനമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആൻഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നീ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എതിരാളികൾക്കിടയിൽ മസഗോൺ ഡോക്കിന്റെ സ്ഥാനം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. മസഗോൺ ഡോക്കിന്റെ PE റേഷ്യോ 16.65 ആണ്. എന്നാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെയും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെയും PE റേഷ്യോ യഥാക്രമം 14.48 23.93 എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ റേഷ്യോസ് നമുക്ക് നോക്കാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 14,973.47 crore rupees, കറന്റ് മാർക്കറ്റ് പ്രൈസ് 742.5 rupees, PE ratio 16.65, debt to equity 0, 5 year sales CAGR 10.19%, return on equity 19.1%, 1 year returns, return on equity 19.1%, 1 year returns 139.96%. റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ കാര്യത്തിൽ മസഗോൺ ഡോക്ക് മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. 130% ഒരു വർഷ റിട്ടേണോടെ മസഗോൺ ഡോക്ക് സ്റ്റോക്കിന്റെ കാര്യത്തിൽ മുകളിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇതുപോലെ ക്യാഷ് റിച്ച് ലോ ഡെറ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.